പൊന്നാർച്ച മാണിക്കല്ലാലും ചമുക്കലാളെ നമ്മുടെ നാട്ടിൽ നബിദിന പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. കാരണം എന്താ പറയുക, ആ ഡാൻസ് കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടി എന്ന് പറയുന്നത് നല്ല മാന്യമായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളാണ്. കാരണം നമ്മളെ മഹല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 ചില്ലാനം പേരാളുണ്ട്, അതിലാണെങ്കിലോ 4000 ചില്ലാനം ജനങ്ങളും ഉണ്ട്. അപ്പോൾ നീർച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇറച്ചൊക്കെ കൂമ്പാരാക്കിയാണ്ട് കൊടുക്കണം. അത് നമ്മളെ മഹല്ലിലെ ആൾക്കാർക്കും ഉണ്ടാവും, പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കും നമ്മളെ നാട്ടുകാർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കാണേണ്ട ഒരു സംഭവമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ? ഇതാണെന്ത് ആ പഴമയോടുള്ള നബിദിന പരിപാടി കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒറോമ്പ്രം മഹല്ലിക്ക് തന്നെ വരണം. ഏതായാലും ഇന്നിപ്പോൾ ജാഥ വരാൻ ടൈം ആയിക്കണം. നേരം വെളുക്കാൻ മഴ വെജാതൊക്കെ വേഗം പോയോട്ടെ. അറവുംപുറം മീറാസിൽ അമ്മിയിൽ വെച്ച് നടക്കുന്ന മൗലിക പാരായണത്തിലേക്ക് തുടർന്ന് 12 മണിക്ക് നടക്കുന്ന അന്നദാനത്തിലേക്ക് അങ്ങനെ നമ്മുടെ നാട്ടിലത്തെ പരിപാടിയാണ് ഈ കാണുന്നത്. പരിപാടി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് കളികളാണ് നമ്മുടെ നാട്ടിലത്തെ പരിപാടി. നബിദിന പരിപാടിക്കില്ല കേട്ടോ. ഇത് ദഫ് കളി, അവിടെ ദഫ് കളി, അതേപോലെ അപ്പുറത്ത് സ്കൗട്ട്, പല പല പരിപാടികളുമായിട്ട് നമ്മളെ മാണിക്കക്കല്ലുകൾ മക്കൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് നല്ല പാട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ പാട്ടിട്ട് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് വരുന്നില്ല. ഒരൊറ്റ പേടി കൊണ്ടാണ് ഞാൻ ഈ പാട്ടിടാത്തത്. അപ്പോൾ കുട്ടികളെ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ കണ്ടല്ലോ, ഒരു 1.5 പരിപാടിയാണ്. കണ്ടല്ലേ കുട്ടികളൊക്കെ കളി എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ ദഫ് കളിയാണ് ഈ കാണുന്നത്. പൊന്നാരഞ്ച മക്കളെ, ഇത് നമ്മളെ കൊടുക്കാണ്ട് വന്നിക്കാണ്. ഒറോമ്പ്രം മഹൽ അത്രയും വലിയ മഹലാണ്. ഞാൻ നാടിനെ കാണാനായിട്ട് വന്നാണ്. വിദ്യാർത്ഥികളുടെ ദഫിലോട് പങ്കെടുത്തു. എല്ലാരും സമതുണ്ടല്ലോ കേക്കില്. ഇതിനിപ്പോ ഇല്ലാത്തവരാരും ഇല്ലല്ലോ. ചായവാനാണ്. അല്ല പിന്നല്ലേ പൂർവ്വ വിദ്യാർത്ഥികളെ ദഫ് കളി കേട്ടോ. ഇതൊരു 1.5 കളിയാണ്. 1.5 കളി എന്നും പറഞ്ഞ പോലെ കാണേണ്ടത് തന്നെ. ചെക്കന്മാർ പൊളിച്ചടുക്കിയിട്ടുണ്ട്. വേറെ ലെവൽ തന്നെയാണ്. കൊപ്പൻ്റെ കാലിന് സുഖമില്ലാത്തതുകൊണ്ട് കൊപ്പം ഇത് ഇങ്ങനെ കാട്ടി കൊടുക്കാതെ അങ്ങനെ കളിച്ച് ഇങ്ങനെ കളിച്ചതൊക്കെ പറഞ്ഞുകൊണ്ട് ഏതായാലും അത് കഴിഞ്ഞ് പിന്നെ ഇതിലും വലിയ പൂർവ്വ വിദ്യാർത്ഥികൾ. കാരണം ഇഞ്ചിയിലേറെ പ്രായമല്ല ആൾക്കാർ, വല്ലാത്ത ജാതി പ്രായമാണത്. കാരണം ഓല കളി എന്നൊക്കെ പറഞ്ഞു ഓലിപ്പോഴും ആവേശത്തിലാണ്. അത് നോക്കുകയാണെങ്കിൽ കളി നാടൻ മേമതൊക്കെ കളിച്ചിന കളി, കൊപ്പം ഗഫൂറൊക്കെ കളിച്ചിന കളി ഉണ്ട് നിങ്ങൾ. നമ്മളെ നാട്ടിലത്തെ ആൾക്കാരെ കളിയാണിത്. ഒരു 1.5 കളി വേറെ ലെവൽ തന്നെ ആയിട്ടുണ്ട് പറയും. അപ്പോൾ അതേപോലെ അടുത്ത കൊല്ലം നമുക്ക് ഇതേപോലെ കളി പരിപാടി പാട്ടുകളും കാര്യങ്ങളും, അല്ലാതെ ഡിസ്കോ ഡാൻസ് മറ്റേത് മറിച്ചത് അങ്ങനത്തെ പരിപാടിയൊന്നും നമ്മളെ നബിദിന പരിപാടിക്ക് നമ്മളെ നാട്ടിൽ ചിലയിടത്ത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിൽ ദീനീപരമായിട്ടില്ല നല്ല ദഫ് മദ്ഹ് പാട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് കാണേണ്ട സമയം അത്രയും ജനങ്ങളാണ് നമ്മളെ പരിപാടിക്ക് കാണാൻ തന്നെ വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളെ വിചാരം ഉണ്ടാവും ഞാൻ തള്ളി മറിച്ചാണെന്നൊക്കെ. ഒരിക്കലുമല്ല. കാരണം എല്ലാ കൊല്ലവും നമ്മളെ മഹലിൽ ഒറോമ്പ്രം മഹലിൽ ഇതേപോലത്തെ പരിപാടി നല്ല ഊർജവമാണ്. അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കട്ടെ. പരിലോകത്തുമുള്ള എല്ലാ കാര്യങ്ങൾക്കും അഭിവൃദ്ധിയും പുരോഗതിയും നൽകട്ടെ. മൗലിക പാരായണത്തിലേക്കും അന്നദാനത്തിലേക്കും മുഴുവൻ പ്രവാചക പ്രാതികളെയും ക്ഷണിക്കുന്നത് സ്വാഗതം ചെയ്യുന്നു.
പിന്നെ പരിപാടി നേരെ പോയതിൻ്റെ അക്കരക്ക് നമ്മളെ പഴയ പുളിഞ്ചോട് ഗ്രൗണ്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇഞ്ച കുട്ടിക്കാലം മുതൽ തന്നെ ഈ ഗ്രൗണ്ടിലൊന്നും കളി ഉണ്ടാകണത് കേട്ടോ. കാരണം ഞാനൊക്കെ പഠിച്ച മദ്രസാണ്, കാരണം അതുകൊണ്ടാണ് ഇന്ന് ഈ നിലയിൽ ഞാനൊക്കെ എത്താൻ കാരണം. പിന്നെ ഞങ്ങൾ മാത്രമല്ല, ഈ വാപ്പയാണ് ഈ നിൽക്കുന്നത്, ഇഞ്ച പെങ്ങളെ കുട്ടിയാണ് ഇതിലുള്ളത്. പിന്നെ ഇപ്പോൾ ഞാൻ ഈ പിടിച്ചാണ്ട് ഇറക്കണത് ആരാന്ന് പറയുന്നത്, ഇതാണ് ഞങ്ങളെ പൂച്ച നൗഷാദ്. കുഞ്ഞാനേന്ന് വിളിച്ചു, ഓൻ്റെ പേരും കുഞ്ഞാനാണ്, പൂച്ചയാണ്, സൗദിയിൽ ജിദ്ദയിലാണ് ഉള്ളത്. പിന്നെ നമ്മളെ മാണിക്കക്കല്ലാളാണ് ഈ നിൽക്കുന്നതൊക്കെ. കാരണം നമ്മളെ പഴയ സുഹൃത്തുക്കളും എല്ലാവരും നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് കാണാനും പറ്റുന്ന ഒരു ദിവസമാണ് അന്ന്. കാരണം എല്ലാവരും ഉണ്ടാവുമല്ലോ, ഈ പെരുന്നാളാണെങ്കിലും റബീഉൽ അവ്വൽ പരിപാടിയാണെങ്കിലും നോട്ടുമാരൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, വേറെ ലെവലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത് ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞിട്ടില്ല, കണ്ടോളി. ഇതാക്കണേ, ആദ്യമായിട്ട് അമീദിൻ്റെ കച്ചന്നിയാക്കി ഒരു മുതല് കിട്ടിയതാണ്. കേക്ക് എന്ത് നല്ല ക്വാളിറ്റി സാധനമാണ്. ഏതായാലും പിന്നെ പ്രാവശ്യത്തെ നമ്മളെ റബീഉൽ അവ്വൽ പരിപാടി ഇവിടെ തോക്കി അതെ, നമ്മൾ റോംബറം തോക്കി, ഏറ്റവും വലിയ മഹല്. പിന്നെ 11 മണിയായപ്പോൾ നേരെ നമ്മൾ മദ്രസക്ക് പോയി. നമ്മൾ പഠിച്ച മദ്രസാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മളെ നാട്ടുകാർ എല്ലാവരും നിങ്ങൾ കണ്ടില്ലേ. ഇനിയാണ് നമ്മളെ വളമ്പൽ പരിപാടി. എല്ലാ കൊല്ലം നമ്മൾ തേങ്ങാച്ചോറാണ് കൊടുക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മളൊന്ന് മാറ്റി. കാരണം തേങ്ങാച്ചോറ് ഈ കംപ്ലൈൻറ്റ് വന്നിട്ടേ ഒരു 4 മണിയായ അത് കിടല് നെയ്ച്ചോറാക്കി. നെയ്ച്ചോറും ഇറച്ചിയും പൂളിയും. കാരണം പൂളൊക്കെ 2-3 കഷ്ണമുണ്ടെങ്കിലും ബാക്കി ഇറച്ചി നല്ല ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇറച്ചിയും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ നാട്ടുകാരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ മഹല്ല് നിവാസികൾ എല്ലാവരും ഒത്തൊരുമിച്ച് കാണ്ടില്ലേ ഒരു പരിപാടിയാണ്. അവിടുത്തെ സഹകരണവും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, വേറെ ലെവലിൽ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ പ്രവാസികൾക്ക് കാണുമ്പോഴാണ് മിസ് ചെയ്യുക. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, നമ്മളെ പ്രവാസികളത് കാണുമ്പോൾ ഒരു ചായ ഇടങ്ങാറൊക്കെ ആയിട്ട്. പക്ഷേ ഓർക്കിത് കാണുമ്പോൾ മനസ്സിലേക്ക് ഒരു സന്തോഷം ഉണ്ടാവും. കാരണം കൂടാൻ പറ്റിയില്ല, കാണാൻ പറ്റിയില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടല്ലേ. എന്തായാലും അടുത്ത കൊല്ലം ഒരു ഇതേമാതിരി കൂടാനുള്ള വിധി ഓർക്കും കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം ലീവിന് വന്നുകൊണ്ട് ഈ പരിപാടിയിലൊക്കെ ഒന്ന് പങ്കെടുക്കാനുള്ള വിധി പഠിച്ചോൻ കൊടുക്കട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പരിപാടി ഇങ്ങനെയൊക്കെ തന്നെയാണ്. നിങ്ങളെ നാട്ടിലെ പരിപാടി എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഐറ്റം ഫുഡും കാര്യങ്ങളൊക്കെയാണ് വെക്കണമെന്നുള്ളത് നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട പരിപാടി നമുക്കും അടുത്ത പ്രാവശ്യം ഇതേപോലെയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും കണ്ടില്ല നിങ്ങൾ പരിപാടി വേറെ ലെവലല്ല. വാങ്ങിയോ? വാങ്ങാൻ നോക്കേ, ഇന്നത്തെ തണിക്കലുമ്പോൾ തവളത്തിരിക്കണവർ എന്താണാപ്പാ? എന്തത് ചെമ്പട്ടിയാ പോന്നിക്കണ്? ഒരു ലോഡ് സാധനം ഉണ്ടല്ലോ. പിന്നെ സെറ്റപ്പാണ്. സൈനൊച്ച ഇറങ്ങണില്ലേ? ഇറങ്ങുന്നാലേ രംഗത്തൊക്കെ ഇറങ്ങ്. ആരെ കാത്തുക്കളെ അല്ല സർവ്വ വേക്കിൽ അതാരൊക്കെ ഓരോ പണിയെടുക്കുന്ന ആളെല്ലാം എന്നെ പെടുത്താൻ പറ്റത്തില്ല. അനക്ക് ഇവിടെ ചോറില്ല എന്നാ പറഞ്ഞത്. ഇവനെ ഈ സാധനം ഈ ചെമ്പ് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കണോ? ഓൻ ആ ചെമ്പ് കൊണ്ടുപോകാ അത്രേ, അതിനും വേണ്ടി നിൽക്കണം. ഇനി അതിനിങ്ങനെ എടുക്കണ്ടേ കയ്യെ? അജ്മീർ ചമ്പ എൻ്റെത് ഓടുന്നു. ജനപ്രവാഹമാണ്. പൂള കുറച്ച് കൂടിയിരിക്കണോ? അല്ലല്ലോ, ഉള്ള ഇറച്ചിയല്ലേ? ഇറച്ചില്ലേ? എത്രണ്ണാണ് നമ്മൾ ഇറത്തിക്കണത്? എത്ര ഇറത്തിക്കണ്? എത്ര? 9 കിൻഡല്. സാധനം നടക്കിക്കോ. അയ്യോ 5 മാത്രം കൊടുത്തില്ലേ? നമുക്ക് പറഞ്ഞാല് കാർഡാണ് ഇപ്രാവശ്യം. കാരണം 5 ആളുണ്ടായിരുന്നു, 5 ആക്കില്ലേ ഇതാക്കണം. നല്ല ഇറച്ചി നല്ലോണം ഉണ്ട്, പിന്നെ പൂളിയുണ്ട്, എല്ലാം പാടെ ഇട്ടുകാണ്ട് എല്ലാവരും
പിന്നെ ഇപ്രാവശ്യം നെയ്ച്ചോറുമ്പാളയാണ്. പിന്നെ പ്രവാസികളാണെങ്കിലും നമ്മുടെ നാട്ടുകാരാണെങ്കിലും എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയാണ്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ അത്. അപ്പോൾ നമ്മൾ ഗൾഫിലുള്ള ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട്. കാരണം നാട്ടിലേക്ക് റബി ലെവലിലൊക്കെ വരാൻ പറ്റാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഓർക്ക് ഒക്കെ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഈ വീഡിയോ. എല്ലാ കൊല്ലം നമ്മൾ വീഡിയോ ചെയ്യലുണ്ട്. പ്രാവശ്യം ഏതാണ് ഇതാ ഉത്താളെ കണ്ടോളി. നെയ്ച്ചോർക്കായിട്ട് പാർന്ന് കഴിഞ്ഞാണ്ടല്ല അത് റഹ്മാനായിട്ടില്ല.